ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമുക്കൊന്ന് ഒരാളെ പരിചയപ്പെട്ടാലോ? നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സംഭവം മനസ്സിലാണ്ടാവില്ലേ? അതായത് നമ്മുടെ മണിത്തക്കാളി. നമുക്ക് ഒരേ സമയം നമുക്ക് ഔഷധ ഗുണമായിട്ടും അതേപോലെ തന്നെ പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ മണിത്തക്കാളി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുക്കിട്ടി ചീര നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആശാനെ നമുക്ക് ഒരുപാട് അങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പറമ്പിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കട്ടെ ഈ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു തണുപ്പിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചെറിയൊരു വിത്ത് വീണാൽ മതി, നന്നായിട്ട് പൊട്ടിക്കിടുന്ന നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകും. അപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ പറമ്പിൻ്റെ ഭാഗങ്ങളായിട്ടും ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. അപ്പം തന്നെ നമുക്ക് നേരെ പോയിട്ട് കുറച്ച് നമ്മുടെ മണിത്തക്കാളി നമ്മുടെ ചുക്കിട്ടി ചീര പറിച്ചിട്ട് വരാം. ഒട്ടും താമസിക്കാതെ തന്നെ നമ്മളിതാ നമ്മുടെ ചുക്കുട്ടി ചീരയൊക്കെ പറിച്ചിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചുക്കുട്ടി ചീര എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേര് തൊട്ട് നമുക്ക് ഇല കായ അങ്ങനെ മൊത്തത്തിൽ ഔഷധ ഗുണം കേട്ടോ. ഒന്നും നമുക്കങ്ങനെ വെറുതെ കളയാനില്ല കേട്ടോ. അപ്പം ഇതാ ഞാൻ ഇത്രയും കേട്ടോ പറിച്ചെടുത്തുള്ളത്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, കാരണം ഇനി നമുക്ക് നിറച്ച് നിൽക്കാം കേട്ടോ പറമ്പിൽ കൂടെ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന കുറേ പേരുണ്ടാവും, എന്നാലും കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കൂട്ടുകാർക്കൊന്നും ഉപകാരപ്പെട്ടുകൊണ്ടെന്ന് വിചാരിച്ചാട്ടോ ഞാനിന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. കാരണം അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ ശമിപ്പിക്കാനും അതുവഴി നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാട്ടോ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മണിത്തക്കാളി അഥവാ നമ്മുടെ ചുക്കുട്ടി ചീര. ഇത് കൂടാതെ നമുക്ക് ഉണ്ടാകുന്ന വായ്പുണ്ട്, അതുപോലെ തന്നെ അൾസറിൻ്റെ പലതരം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മരോഗങ്ങളെയും വാതരോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവും ആശാനുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇലകളൊക്കെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തോരൻ വെക്കാനും പിന്നെ ഇതിലുണ്ടാകുന്ന ആ ഒരു കായ ഉണ്ടല്ലോ അതും നമുക്ക് തോരൻ വെക്കാനും അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ആ ഒരു കായ് നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ആണെങ്കിൽ വൈറ്റമിൻ സിൻ്റെ ഒരു വലിയ കലവറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ തമിഴ്നാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡൊക്കെ ഇങ്ങനെ കെട്ടുകളായിട്ട് ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കാണാറുണ്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളെക്കാളും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട് ഏരിയയിലേക്കാണ്, കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് അവരൊന്നും ഇത് ചെറിയൊരു പീസ് കിട്ടിയാൽ പോലും അങ്ങനെ വെറുതെ കളയാറില്ല കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ധാരാളമായിട്ട് കാണാൻ പറ്റും ഈ ഒരു മണിത്തക്കാളി അഥവാ നമ്മുടെ ഈ ഒരു ചുക്കുട്ടി ചീര. അതേപോലെ തന്നെ വലിയ കെയറൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനും കൂടി പറ്റും. നമുക്ക് ഗ്രോ ബാഗിലും വളർത്തിയെടുക്കാം. അതേപോലെ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് വിത്തുകൾ നന്നായിട്ട് നല്ല പഴുത്ത വിത്തുകളുണ്ട്. അപ്പോൾ അത് നല്ല പഴുത്ത വിത്തുകൾ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ച് കലക്കിയതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ നേരെ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിലോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ആയാലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് അതിൽ നിന്ന് ഇങ്ങനെ മുളകൊക്കെ പൊട്ടി പെട്ടെന്ന് ഒരുപാട് തൈകൾ നമുക്ക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇലകളൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മുളകിൻ്റെ ഒരു ടെക്സ്ചർ ആട്ടോ, അത് മുളകിൻ്റെ ഇലകളുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറാണ് വന്നിട്ട്. അതുപോലെ തന്നെ കായ്കളൊക്കെ പഴുത്ത് വരുന്നതനുസരിച്ച് പച്ച നിറം മാറിയിട്ട് നല്ല കറുപ്പായി തുടങ്ങും. ഒരു പഴുത്ത കായ് നമ്മൾ എടുത്താൽ തന്നെ അതിൽ ഒരുപാട് എനിക്ക് 100-ൽ പരം വിത്തുകൾ ഉണ്ടാവും അതിൽ തന്നെ. അപ്പോൾ ആ ഒരു കായിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കൂടി പറ്റും. പിന്നെ നമ്മൾ നട്ടു കൊടുത്താൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ ഈ ഇലകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പിന്നെ മണത്തിലല്ലല്ലോ കാര്യം, ഗുണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുണത്തിൽ ആൾ അത്യുത്തമം തന്നെയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് രോഗങ്ങളോ അങ്ങനെ ഒന്നും ബാധിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായി വരട്ടെ. ഏതൊരു ക്ലൈമറ്റിലും ഉണ്ടാവുന്നതും കൂടിയാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇന്ന് ഞാൻ എന്തായാലും നല്ല കാര്യമായിട്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കിതെല്ലാം തോരൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പറിച്ചെടുത്തുള്ള ഈ ഒരു ചുക്കുട്ടി ചീര ആയാൽ പോലും നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് പൊട്ടി മുളച്ച് പുതിയ തളിർപ്പൊക്കെ വന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കാരണം പഴയ തൈകളെല്ലാം പോയതിന് ശേഷം ആ പുതിയതാട്ടോ നമുക്കിപ്പോൾ പൊട്ടിച്ചെടുത്തുള്ളത്. അത് പറയാൻ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ പറമ്പ് എല്ലാവരും നന്നായിട്ട് കാടെല്ലാം തെളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പഴയതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുതിയത് ആ ഒരു വിത്തൊക്കെ വീണ് പൊട്ടിക്കിളിർത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നല്ലോ. കാരണം ഒട്ടും മൂക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേന് അത്രയും മഷിത്തണ്ട് പോലെ അത്രയും നല്ല അടിപൊളിയായിട്ടോ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനതൊരു മുട്ടി എടുത്തിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു മുട്ടിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ഒരേ ലെവലിൽ എടുക്കുക. എത്രത്തോളം നമുക്ക് പൊടിയായിട്ട് അരിയാൻ പറ്റുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. പിന്നെ ഈ ഒരു ചുക്കുട്ടി ചീര ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ തോരൻ വെക്കുക എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ സാധാ ചീര തോരൻ വെക്കില്ല, പല വെറൈറ്റി ചീരകൾ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തോരൻ വയ്ക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ചീര എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലുതാക്കാതെ നൈസായിട്ട് എത്രത്തോളം പൊടിയായിട്ട് അരിയാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് സാധാരണ ചെറിയുള്ളൂ അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കീറിയിട്ടിട്ട് നോർമലി തോരൻ വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ തോരൻ വയ്ക്കുക. അപ്പോൾ എന്തായാലും കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മളിതാ പറിച്ചെടുത്തിട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ കത്തിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂർച്ചയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചുണ്ടല്ലോ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ തന്നെ കൂട്ടുകാരെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഒരു കാക്കകൾക്കൊക്കെ ആയുസ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ കാക്കയ്ക്കൊക്കെ ആയുസ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല കേട്ടോ, ഈ ഒരു മണിത്തക്കാളി അഥവാ നമ്മുടെ ഈ ഒരു ചുക്കുട്ടി ചീരയിൽ ഉണ്ടാകുന്ന ഒരു കായ് ഉണ്ടല്ലോ, കായ് പഴിച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ എന്തായാലും പഴുക്കുന്നതനുസരിച്ച് ഈ ഒരു കാക്കകൾ വന്നിട്ട് കാക്കയ്ക്ക് ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന് ആദ്യം കൊടുക്കുന്ന ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിത്തക്കാളിയുടെ ആ ഒരു കായ, അതായത് നമ്മുടെ മണിത്തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കായ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് കിളികളുള്ളതുകൊണ്ട് തന്നെ പല വെറൈറ്റി കിളികളുണ്ട്. അപ്പോൾ കാക്ക തന്നെ വേണമെന്നില്ല കേട്ടോ, പല കിളികളും ഇത് വന്ന് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ പല ഏരിയകളിലേക്കും പല രീതിയിലാട്ടോ നമ്മുടെ ഈ ഒരു മണിത്തക്കാളി അറിയപ്പെടുന്നത്.
അപ്പോൾ എന്തായാലും നമ്മുടെ അരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതാ കുറച്ചധികം അരിയാനുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അതെല്ലാം അരിഞ്ഞത് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോഷകാംശങ്ങൾ ഒരുപാടുള്ള ഈ ഒരു മണിത്തക്കാളി ഇനി കിട്ടിക്കഴിഞ്ഞാൽ ആരും വെറുതെ കളയില്ല. കാരണം അത്രയും ഒരുപാട് ഗുണങ്ങളാണല്ലോ ആശാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു മണിത്തക്കാളിയുടെ ഇലകൾ ഏകദേശം നമ്മുടെ ഈ ഒരു മുളക് ചെടിയുടെ ഒക്കെ ഉണ്ടാകുന്ന ഒരു മുളകിൻ്റെയൊക്കെ ഇലകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഏകദേശം ടെക്സ്ചറിലാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആശാൻ നമ്മുടെ വഴുതനങ്ങ വർഗ്ഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ്. പിന്നെ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമായതുകൊണ്ടായിരിക്കണം ഒത്തിരി നമ്മുടെ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ പരിചരണത്തിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ തൈയെങ്കിലും വീട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത്. ബൈ.